കളറേഷൻ ആംപ്ലിഫയറിൻ്റെ ഈ കളറേഷൻ എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടോ? അതായത് ഓഡിയോ ഫയൽ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുന്ന ആളുകൾ, അതായത് ഇപ്പം നാച്ചുറലി ആ മ്യൂസിക്, ശരിക്കും പറഞ്ഞാൽ മ്യൂസിക്കിന് ആണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഓഡിയോ സിസ്റ്റത്തോട് കേൾക്കുക. അപ്പം ഈ മ്യൂസിക് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒറിജിനൽ സൗണ്ട് ലെവൽ, സൗണ്ട് എഫക്റ്റ് അല്ലെങ്കിൽ അതെങ്ങനെയാണോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അതുപോലെ കേൾക്കാതെ ഒരു വ്യത്യസ്ത, ഒരു പ്രത്യേക തരം മൂഡിലേക്ക് മാറ്റുന്നതിന് കളറേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ കളറേഷൻ ശരിക്കും പറഞ്ഞാൽ ഒന്ന് നമ്മൾ അങ്ങനെ ആക്കിയെടുക്കും, അതായത് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യും മ്യൂസിക്, നമ്മൾ ആ രീതിയിൽ ഒരു ടോൺ ലെവലാക്കിയിട്ട് നമ്മളത് കേൾക്കും. അതല്ല എങ്കിൽ അതൊരു കംപ്ലൈൻറ്റ്, ഒരു ഡിഫക്റ്റ് കാരണം അത് കളറേഷൻ ആയിട്ട്, അതായത് അല്പം കളർ ആഡ് ചെയ്തതായിട്ട് നമുക്ക് കളർ ആഡ് ചെയ്തിട്ട് കേൾക്കുന്ന പോലെ തോന്നും. അതായത് ഒന്നും കൂടെ ഒന്ന് അടിപൊളിയാക്കി എന്ന് തോന്നൂലേ മ്യൂസിക്, അങ്ങനെ തോന്നും. അപ്പോൾ ഈ കളറേഷൻ എന്താണ്, അതെങ്ങനെ വരുന്നു, അത് വരാനുള്ള സാധ്യതകൾ, അത് വന്നാൽ എന്തൊക്കെ ചെയ്യാം, അത് നമുക്ക് ഒഴിവാക്കേണ്ടത് ആവശ്യമാണോ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടത് എങ്ങനെ എന്നൊക്കെയുള്ള ചെറിയ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കളറേഷൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വാം മ്യൂസിക്കാണ് നമ്മൾ കേൾക്കുന്നത്, ഒരു വാം എക്സ്പീരിയൻസ് ആണ് നമുക്ക് ആ മ്യൂസിക്കിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് നാച്ചുറലി, അതായത് ന്യൂട്രൽ എക്സ്പീരിയൻസിലാണ്, ന്യൂട്രൽ ലെവലിലാണ്. അതായത് മനസ്സിലായല്ലോ, അതായത് ഒറിജിനലി പ്രൊഡ്യൂസ് ചെയ്ത ലെവലിൽ നിന്ന് അത് ഒരു വാം മോഡിലാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ് മോഡിലാണ് കേൾക്കുന്നതെങ്കിൽ അത് രണ്ടും കളേർഡ്, അതായത് കളറേഷൻ സംഭവിച്ചതാണ്. ഒന്നുകിൽ അത് നമ്മൾ മാറ്റിയതാവാം, അല്ലെങ്കിൽ അതെന്തോ ഒരു കാരണം കൊണ്ട് അങ്ങനെ ആയിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. അതായത് ഒരു കളറേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന ഫയൽ, നമ്മൾ കേൾക്കുന്ന മ്യൂസിക്കിന്റെ യഥാർത്ഥ ക്വാളിറ്റി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. നമ്മളത് മാറ്റി കേൾക്കുകയാണെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ യഥാർത്ഥ ക്വാളിറ്റി നഷ്ടപ്പെടുത്തിയിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ കളറേഷൻ കൊണ്ടുള്ള പ്രശ്നം എന്താണ് വരിക എന്ന് വെച്ചാൽ, അത് കംപ്ലൈൻ്റ് ആണോ അല്ലേ എന്ന് തിരിച്ചറിയാതെ നമ്മളത് ഉപയോഗിച്ച് അത് കംപ്ലൈൻറ്റ്, ഒന്നുകിൽ ബേണായി പോവുക, ഡെഡായി പോവുക എന്നുള്ള അവസ്ഥയിലേക്ക് ഏതെങ്കിലും ഒരു പാർട്ട് പോകും. ഒന്നുകിൽ ആംപ്ലിഫയർ അല്ലെങ്കിൽ സ്പീക്കേഴ്സിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ, ഒന്നുകിൽ ട്യൂട്ടർ ആവാം അല്ലെങ്കിൽ വൂഫർ ആവാം, ഇതിലാണെങ്കിൽ ഔട്ട്പുട്ട് ആവാം ആംപ്ലിഫയറിൽ. ഇത് ഈ മൂന്ന് കാര്യങ്ങളാണ് സംഭവിക്കുക. അപ്പോൾ ഹൈ ബ്രൈറ്റായിട്ടാണ് ഈ കളറായിട്ടുള്ളത്, അതായത് മ്യൂസിക് ലെവൽ കളറേഷൻ സംഭവിച്ചിട്ട് നമ്മൾ ഹൈ ബ്രൈറ്റ് ആണ് കേൾക്കുന്നതെങ്കിൽ നമുക്ക് ട്രബിൾ എന്നുള്ള സംഭവമല്ല കേൾക്കുക, ഒരു തരം എന്ന് പറഞ്ഞാൽ ഒരു ഷ്രിൽ, ഒരു ഷാർപ്പ്, ഒരു എയർ ഫ്ലോ പോലെ ഒരു ഹൈ സ്പീഡിലുള്ള ഒരു സൗണ്ട്. അതായത് ട്രബിളിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ്, ആ ഒരു അതല്ല കേൾക്കുക, നമ്മൾ അങ്ങനെയാണ് കേൾക്കുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ ബേസ് ആണെങ്കിൽ അത് ആ ബേസിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് മൊത്തത്തിൽ പോയിട്ട് ഒരു മുഴക്കം അല്ലെങ്കിൽ ഒരു ഇടി, ഒന്നുകിൽ ഒരു മുഴക്കം അല്ലെങ്കിൽ ഒരു ഇടി, ഇത് രണ്ടും പെർഫെക്റ്റ് അല്ല. ഇത് പെർഫെക്റ്റ് അല്ല, ഇത് പെർഫെക്റ്റ് അല്ല, ഇതാണ് പെർഫെക്റ്റ്. അത് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ, പക്ഷേ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഉള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ നിങ്ങളിപ്പോൾ അങ്ങനെ നല്ല ഒറിജിനൽ ശുദ്ധ മ്യൂസിക് കേൾക്കുന്ന ആളാണെങ്കിൽ, അതിപ്പം വെസ്റ്റേൺ ആയാലും നല്ല ഇന്ത്യൻ മ്യൂസിക് ആയാലും ഏത് മ്യൂസിക് ആയാലും ശരി, അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതെന്തോ പറ്റിയിട്ടുണ്ടല്ലോ, ഇതെത്ര പോരാ, അല്ലെങ്കിൽ ഇത് പെർഫെക്റ്റ് അല്ല എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഒരു കളറേഷൻ സംഭവിച്ചിട്ടുണ്ട്. അതെവിടെയാണ് സംഭവിച്ചതെന്ന് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് 100% ഒഴിവാക്കുക എന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് കളറേഷൻ എങ്ങനെ എന്നുള്ള ഒരു എക്സാമ്പിൾ ചെറിയ തോതിൽ ഞാൻ കാണിക്കാം. അതിന് മുമ്പായിട്ട് ഈ കളറേഷൻ എങ്ങനെ ഒഴിവാക്കാം എന്ന് പറയാം. അതായത് കളറേഷൻ എന്ന ആ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസ്റ്റോർട്ടഡ് അവസ്ഥ, യഥാർത്ഥം അല്ലാത്ത ഒരവസ്ഥ അങ്ങനെ ആയി കിടക്കുകയാണെങ്കിൽ അത് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ മ്യൂസിക് സിസ്റ്റം, അതിൻ്റെ എക്യുപ്മെൻറ്റ്സോ എന്താണ് വാങ്ങുന്നത് അത് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങാം. ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഹൈ ക്വാളിറ്റി ഡിവൈസസ് അല്ലെങ്കിൽ കോമ്പോണൻസ്, എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഹൈ ക്വാളിറ്റി എക്സ്പീരിയൻസ് കിട്ടും, ഹൈ ക്വാളിറ്റി ഔട്ട്പുട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. അത് ലോ ക്വാളിറ്റി സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ ലോ ക്വാളിറ്റി തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. അത് വലിയൊരു സംഭവമല്ല, അത് വളരെ നാച്ചുറലി അതങ്ങനെയാണ്. പിന്നെ പറയാനുള്ളത്, ഒരു ഹൈ ക്വാളിറ്റി സാധനങ്ങൾ വാങ്ങി വെച്ചിട്ട് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ആ റൂം അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷം, ഇത് എവിടെയാണോ അത് ഉപയോഗിക്കുന്നത് അത് അതിന് സൂട്ടബിൾ അല്ല, പെർഫെക്റ്റ് അല്ല. ഒന്നുകിൽ അത് വല്ലാതെ അബ്സോർബ് ചെയ്യുന്ന സ്ഥലമോ അല്ലെങ്കിൽ വല്ലാതെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സ്ഥലമോ ആണെങ്കിൽ നമ്മൾ കളറേഷൻ അവിടെ എഫക്റ്റ് ചെയ്യും, കളറേഷൻ എക്സ്പീരിയൻസ് ചെയ്യാം. അതായത് യഥാർത്ഥ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടില്ല, ഓവർ അബ്സോർപ്ഷനും ഓവർ റിഫ്ലക്ഷനും. അപ്പോൾ അത് രണ്ടും ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ റൂമിൽ വെക്കുമ്പോൾ റൂം അക്വാസ്റ്റിക്സ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ബാക്കിൽ ഈ ഫോമൊക്കെ ഇത് അബ്സോർബൻ്റ് ആണ്, ഇതൊക്കെ അക്വാസ്റ്റിക് മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഈ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ വേറെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്കിവിടെ റൂമിൽ ഇപ്പോൾ തന്നെ അത്യാവശ്യം ഡെഡ് സൗണ്ട് അവിടെ, അതായത് വലിയ ഒരു റിവേർബോ
എക്കോ ഇവിടെ ഇല്ല. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ബേസ് ട്രാപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ എക്സ്പീരിയൻസ് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ ചെയ്യുക. അപ്പോൾ കൂടുതൽ ബെസ്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് സൗണ്ടിൽ നിന്ന് കിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ സൗണ്ടിനാണ് ഇവിടെ വർക്കുള്ളത്. അപ്പോൾ ആ സൗണ്ട് മാക്സിമം നന്നാക്കി ചെയ്യണമെങ്കിൽ എനിക്ക് എല്ലാ എക്സ്പീരിയൻസും എൻ്റെ ഇവിടുത്തെ എല്ലാ ഒരു സിറ്റുവേഷനും വളരെ കറക്റ്റായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ആ കളറേഷനൊന്നും എനിക്ക് പാടില്ല. എനിക്കൊരു ബേസ് ഒരാളൊരു പ്രശ്നമായിട്ട് വരുമ്പോൾ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നത്. അപ്പോൾ കളറേഷൻ ഒഴിവാക്കാൻ അക്വാസ്റ്റിക്സ് അങ്ങനത്തെയൊക്കെ ചെയ്യുന്ന റൂമിൽ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ലതാണ്. അടുത്ത പ്രശ്നം വരാം മാച്ചിങ് എന്ന് പറയുമ്പോൾ സ്പീക്കേഴ്സ് മാച്ചിങ്. അതായത് ഇപ്പോൾ 3-way സ്പീക്കർ ആണെങ്കിൽ അത് മിഡും ട്യൂട്ടറും തമ്മിലുള്ള മാച്ചിങ്, അതേപോലെ തന്നെ 2-way ആണെങ്കിൽ വൂഫർ ആൻഡ് ട്യൂട്ടറുള്ള മാച്ചിങ്, അതേപോലെ തന്നെ ഇത് ഏത് തരം സ്പീക്കർ ആയാലും ഇത് ആമ്പിൻ്റെ ഔട്ട്പുട്ട് ആയിട്ടുള്ള മാച്ചിങ്, അങ്ങനത്തെ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. മാച്ചിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ്, അതേപോലെ വാട്ട്സ്, ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി, ഈ പതറിച്ച ചിലപ്പ് അതൊന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ വരുന്ന അവസ്ഥ മനസ്സിലായില്ല. അത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആകാത്തവർ കമൻറ്റിൽ അറിയിക്കുക. പഴയ കാലത്തെ ആ ഡിവൈസുകളിലല്ലോ വിൻറ്റേജ് ഓഡിയോസ്, അങ്ങനത്തെ വേറെ ഓഡിയോ ഹൈഫൈ സിസ്റ്റംസ്, അതിലൊക്കെ ഒരുവിധം കളറേഷൻ മാക്സിമം ക്ലിയർ ചെയ്തിട്ട് തന്നെയാണ് അത് ഇറങ്ങിയിട്ടുള്ളത്. എന്നാലും നമുക്ക് വല്ല സാഹചര്യത്തിലും നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ഈ ഗ്രൂവ് ഒക്കെ ഉപയോഗിച്ചിരുന്ന സമയത്ത് ഗ്രൂവ് ഓപ്ഷൻ ഓർമ്മയുണ്ടാവുമല്ലോ, ചിലർക്കൊക്കെ അറിയാൻ മതിയാവും. അതൊക്കെ ഓൺ ചെയ്ത് പിന്നെയും ഈക്യു ഓൺ ചെയ്ത് എല്ലാം കൂടെ ടിഡിയും ബഹളവും ആകെ പ്രശ്നമായിട്ട് ഒരു സുഖമില്ലാത്ത അവസ്ഥയിൽ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തന്നെ ആ ഒറിജിനൽ മ്യൂസിക്കിൽ കളർ ആഡ് ചെയ്തു. ഈ ഒരു പിക്ചർ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ഇമേജ് ഇത് ഒന്ന് എഡിറ്റ് ചെയ്ത് ഒന്ന് എഫക്റ്റ് ചെയ്ത് ആകെ ഒന്ന് കൂടുതൽ കളർഫുൾ ഇവിടെ ഒരു എഫക്റ്റ് മറ്റേതൊക്കെ കൊടുക്കുമ്പോൾ കളറേഷൻ എൻ്റെ നാച്ചുറൽ ലുക്കല്ല നിങ്ങൾ കാണും. പക്ഷേ നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ നാച്ചുറൽ ലുക്കാണ്. കളറേഷനെ അങ്ങനെ മനസ്സിലാക്കുക. നാച്ചുറൽ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നതായിരിക്കുക. നിങ്ങൾക്ക് അവിടെ ഒരു പക്ഷി കയറിയുന്ന സൗണ്ടിൻ്റെ ട്രബിൾ കൂടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ഒരു വെള്ളച്ചാട്ടത്തിൽ ബേസ് ഓവറായി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതൊക്കെയാണ് എക്സാമ്പിൾ. എൻ്റെ ഒരു വോയിസ് ഇപ്പോൾ കളേർഡ് ആയി കഴിയുമ്പോൾ അത് മടിയല്ല അത് മൂടിയ സൗണ്ട്, ഒരു അടച്ച സൗണ്ട്, ഒരു ചെലച്ച സൗണ്ട്, ഒരു നാച്ചുറൽ സൗണ്ട്, ഒരു ബൂസ്റ്റഡ് സൗണ്ട്, ബേസ് ബൂസ്റ്റഡ് അല്ലെങ്കിൽ ഓഡിയോ ബൂസ്റ്റഡ് സൗണ്ട്, ഇത് എല്ലാ എക്സ്പീരിയൻസും ഞാൻ ആദ്യം കേൾപ്പിച്ചു തരാം. അപ്പോൾ എൻ്റെ ഒറിജിനൽ ആ ഒരു വോയിസ് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇയർഫോൺ ഉപയോഗിച്ച് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ ഓഡിയോ സിസ്റ്റം അതുപോലെ ചെക്ക് ചെയ്യാം. ഹലോ ചെക്ക്, ഹലോ. അപ്പോൾ ഇപ്പോൾ കേട്ടത് ഒറിജിനലാണ്. ഇനി അടുത്തത് ഹൈ ട്രബിൾ കൂടിയാൽ, ഓവറായിട്ടൊന്നും ഞാൻ ക്ലിപ്പ് അടിച്ചിട്ടൊന്നുമില്ല, അതായത് അത്യാവശ്യം ട്രബിൾ കൂട്ടിയ അവസ്ഥയിൽ റെക്കോർഡ് ആയിട്ടുള്ള ഫയൽ, അല്ലെങ്കിൽ നമ്മളത് കൂട്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. പെട്ടെന്ന് മനസ്സിലാവും ആ കളറേഷൻ, ആ സൗണ്ട് ട്രബിളിൻ്റെ കൂടെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്ന് കേട്ട് നോക്കുക. ഹലോ ചെക്ക്, ഹലോ. അപ്പോൾ അടുത്തത് മഡി സൗണ്ട്, അതായത് ബേസ് ആണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കാം, മുഴക്കമാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കാം, എന്നാൽ ക്ലാരിറ്റി ഉണ്ടോ ഇല്ല, പക്ഷെ അത് കറക്റ്റല്ല. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഹലോ ചെക്ക്, ഹലോ. അപ്പം ഞാൻ ബേസ് ബൂസ്റ്റഡ് സൗണ്ട്, അതിൻ്റെ ബേസ് ബൂസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഓഡിയോ ഒരു ബൂസ്റ്റഡ് ഓഡിയോ ലെവൽ എങ്ങനെ ഉണ്ടാവും, അതായത് ഇതിൻ്റെ ഈ സംസാരം ഇപ്പോൾ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. ഹലോ ചെക്ക്, ഹലോ. അപ്പോൾ ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന ആ സൗണ്ടാണ് നിങ്ങൾ ആദ്യം കേട്ട ആ ഒറിജിനൽ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് വരുന്ന എല്ലാ സാധനവും ഞാൻ തന്നെ അത് എഡിറ്റിൽ കളർ ആഡ് ചെയ്താണ്. ഒറിജിനൽ സൗണ്ടാണ് ഈ കേൾക്കുന്നത്. ഇതിനെ ആ രൂപത്തിലേക്ക് മാറ്റി സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ പരമാവധി സോൾവ് ചെയ്യാം സെറ്റിങ്സിലൂടെയും. ഇതിന് മുമ്പ് പറഞ്ഞ വീഡിയോയിൽ സെറ്റിങ്സിൻ്റെ കാര്യം പറഞ്ഞു, അതേപോലെ സെറ്റിങ്സിലൂടെയും നമ്മളെ സ്പീക്കേഴ്സ് മാച്ചിങ്, അതുപോലെ റൂം അക്വാസ്റ്റിക്സ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മാക്സിമം ഒന്ന് റെഗുലേറ്റ് ചെയ്ത് ഒന്ന് സെറ്റിംഗ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഏതൊരു മ്യൂസിക്കും സൂപ്പറായിട്ട് കേൾക്കാം. അപ്പോൾ അന്നത്തെ ഈ EQ ഉപയോഗിക്കുന്നതിനും അല്ലാത്തതിനും പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൽ നിങ്ങൾക്ക് ഇതിനോട് സാദൃശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഈ 2 ദിവസം മുമ്പ് ഞാൻ ഒരു ബേസ് ലെവൽ നമ്മൾ അതൊക്കെ ചെക്ക് ചെയ്തില്ലേ, നമ്മൾ DJ ലെവൽ അതൊക്കെ ചെക്ക് ചെയ്തതിനെ പറ്റിയുള്ള 2 വീഡിയോകൾ ഞാൻ അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും ഇപ്പോൾ കണ്ട വീഡിയോയോട് കൂട്ടിയിട്ട് അതിനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക.